ഇനി ഇന്നത്തെ വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ് പ്രേക്ഷകരെ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. എറണാകുളത്ത് പലയിടത്തും അതിശക്തമായ മഴ തുടരുകയാണ്. എറണാകുളത്ത് മെട്രോ നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും തെക്കൻ കേരളത്തിലെ വാർത്താ വിവരങ്ങളുമായി അഷിൻ ഡിയാഗോ ചേരും. എറണാകുളത്ത് നിന്നും സേഫ് ന്യൂസ് മുഖമുണ്ട്. വടക്കൻ കേരളത്തിൽ നിന്ന് നമ്മൾ പ്രതിനിധികളെ പ്രതീക്ഷിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ അവരൊക്കെ ചേരും. അഷിൻ ഡിയാഗോയിലേക്ക് നമ്മളൊന്ന് പോകുന്നു. അഷിൻ ഡിയാഗോ, വെരി ഗുഡ് മോർണിംഗ്. തണുത്ത മഴയിൽ കുതിർന്നു നിൽക്കുകയാണ് കേരളം എന്ന് തോന്നുന്നു. വരുന്ന 5 ദിവസത്തേക്ക് കനത്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് എങ്ങനെയാണ്? മഴ അല്പം തോന്നുന്നു. ബാക്കിയുള്ള എല്ലായിടങ്ങളിലും ലേബി നിൽക്കുന്ന കണ്ടില്ലേ, കനത്ത മഴയിലാണ് നമ്മളുടെ സേഫ് ന്യൂസ് നിൽക്കുന്നത്. കൊച്ചിയിൽ തിരുവനന്തപുരത്ത് എന്താണ് അവസ്ഥ അഷിൻ ഡിയാഗോ? മൊത്തത്തിലുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് കൂടി പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കൂ. വെരി ഗുഡ് മോർണിംഗ് അരുൺ. എന്തായാലും വരുന്ന 5 ദിവസം ശക്തമായ മഴയ്ക്ക് തന്നെ സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. ഇന്ന് 11 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. അതായത് വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം ഈ ജില്ല ഒഴികെ ബാക്കി 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. മാത്രമല്ല, ഈ ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റിനും ഇടിമിന്നലിനുമുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഇതിനുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനം പ്രത്യേകം ജാഗ്രത പുലർത്തണം എന്നൊരു മുന്നറിയിപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട്. ഈ വയനാട്ടിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് ആയതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കേണ്ടതാണ്. മാത്രമല്ല, വെള്ളം പോകുന്നത് കണ്ടാൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കൊക്കെ മാറി താമസിക്കണം. എമർജൻസി കിറ്റ് തയ്യാറാക്കണം. അങ്ങനെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം എന്ന തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല, തീരദേശ മേഖലയിൽ കടലാക്രമണത്തിനുള്ള സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശ നിവാസികളും ജാഗ്രത പുലർത്തണം. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിലേക്ക് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ള മത്സ്യബന്ധന വിലക്കും തുടരും. എന്തായാലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. തിരുവനന്തപുരത്ത് അതെ അരുൺ, ഇടിമിന്നലോട് കൂടിയ കനത്ത കാറ്റിനൊപ്പമുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരത്തെ അവസ്ഥ ഇനി പരിശോധിച്ചാൽ ഇന്നലെ രാത്രി മുതൽ ഇടവിട്ട് പെയ്യുന്ന മഴയാണ്. ഇപ്പോൾ നേരിയ ശമനമുണ്ട്. അതിശക്തമായ മഴയല്ല, പക്ഷേ എന്നാലും ഒരു ചാറ്റൽ മഴ എന്ന രീതിയിലാണ് തിരുവനന്തപുരത്തെ നിലവിലെ അവസ്ഥ. നിലവിൽ തിരുവനന്തപുരത്ത് വെള്ളക്കെട്ട് എങ്ങും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം ഈ ഒരു ഇടവിട്ടുള്ള മഴ മാത്രമാണ് ഉള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ മഴ മുന്നറിയിപ്പില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ മഴയുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അതിശക്തമായ മഴയിലേക്ക് കൊച്ചിയിൽ ഇടവിട്ട മഴയല്ല, എനിക്കൊന്നും മണിക്കൂറുകളായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴയാണ്. ഞാൻ ഇറങ്ങുന്ന സമയത്ത്, ഉണർന്നെഴുന്നേൽക്കുന്ന സമയം മുതൽ നല്ല ഇടിയോടുകൂടിയുള്ള മഴയാണ്. ഇടിയോടുകൂടിയുള്ള മഴ കൊച്ചിയിലുണ്ട്. നമുക്കൊപ്പം സേഫ് ന്യൂസ് ചേരുന്നുണ്ട്. സേഫ് ന്യൂസ്, വെരി ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ എന്താണ് അവസ്ഥ? മഴ തോർന്നിട്ടില്ലല്ലോ അല്ലേ? കനത്ത മഴയാണ്. സേഫ് ന്യൂസിക്ക് അത് കേൾക്കാൻ പോലും കഴിയാത്ത വിധമുള്ള മഴയാണ്. ആ ഫ്രെയിമിൽ തന്നെ പ്രേക്ഷകർക്ക് കാണാം. ഇടിച്ചു കുത്തി പെയ്യുന്ന മഴ എന്ന് നമ്മൾ പറയില്ലേ, ആ അവസ്ഥയാണ് ഞാൻ ഇങ്ങോട്ട് സ്റ്റുഡിയോയിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്തുമുള്ളത്. സേഫ് ന്യൂസേ ഉണ്ട്. സേഫ് ന്യൂസ് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല മഴയാണ്. മഴയ്ക്കൊരു ശമനവുമില്ല. മണിക്കൂറുകളായി തുടരുന്ന മഴയാണ്. മിന്നലുമുണ്ടല്ലേ? തീർച്ചയായും അരുൺകുമാർ, ശക്തമായ മഴ തുടരുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് മുൻപ് തുടങ്ങിയ മഴയാണ്. ശരിക്കും പറഞ്ഞാൽ പല ഭാഗങ്ങളിലായി ഇന്നലെ ഉച്ചയ്ക്ക് മുൻപ് തുടങ്ങിയ മഴയാണ്. ഇടവിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടായപ്പോൾ മഴ അതിശക്തമായ മഴയാണ് ഇന്നലെ വൈകിട്ട് മുതൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയും ശക്തമായ മഴ തുടരുകയാണ്. മെട്രോ നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിലെല്ലാം വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ MG റോഡിലാണ്. MG റോഡിൽ സ്ഥിരം മഴ പെയ്താൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു പ്രദേശമാണിത്. ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. കുറച്ചുകൂടി മഴ ശക്തമായി കഴിഞ്ഞാൽ ഈ സമീപത്തെ കടകളിലേക്കെല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. നിലവിൽ കടകളൊന്നും തുറന്നിട്ടില്ല.
തുറന്നിട്ടില്ല, അതിരാവിലെയാണ്. അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് ഇപ്പോൾ വലിയ രീതിയിൽ കടകളെ ഒന്നും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇനി ഇതിലും വലിയൊരു ശക്തമായ മഴ പെയ്യുകയാണ് എങ്കിൽ നമുക്കറിയാവുന്നതുണ്ടാവും. ഒരു ബസ് പോയപ്പോൾ തന്നെ വെള്ളം ഓളം വെട്ടി സൈഡിലുള്ള കടകളിലേക്കൊക്കെ കയറാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ്. ഈ രീതിയിൽ കഴിഞ്ഞ തവണ മഴ പെയ്തപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം ഓടകളെല്ലാം വൃത്തിയാക്കുകയും ഒക്കെ ചെയ്താണെങ്കിൽ പോലും കൃത്യമായി അതൊന്നും നടന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇത്. ഈ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാമെന്ന് തോന്നുന്നത്. ആ ബസ്സുകളും ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ ദേഹത്തേക്കൊക്കെ നല്ല വെള്ളം ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കുക. കാരണം സൈഡിൽ പോലും നിൽക്കാൻ കഴിയില്ല റോഡിൻ്റെ. അതേപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ യെല്ലോ അലേർട്ടാണ്. പക്ഷേ ഒരു ഓറഞ്ച് അലേർട്ടിൻ്റെ പ്രതീതി ഉണർത്തുന്ന രീതിയിലുള്ള അതിശക്തമായ മഴയാണ് നിലവിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത 3 മണിക്കൂറുകൾ ഇതുപോലെ തന്നെ ഇടിമിന്നലോട് കൂടി അതിശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണം